മതി മതി മതി. ക്ലാപ്പ് എന്തേലും കൊണ്ട് ആ ക്ലാപ്പ് പോ. എന്തോ മാളു മാളു ആ എള്ള ഒഴിച്ചേ ചിക്കനിലേക്ക്. എള്ളൊക്കെ വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ആദ്യമായിട്ടല്ലേ? വേറെ ലെവലോടെയാണ്. ചേച്ചി അമ്മേ ഇവിടെ ഇരി മക്കളെ. ചരിത മോളെ ഓ വന്നാട്ടെ. കിട്ടിയാ? ചിക്കൻ വാങ്ങി. ചിക്കൻ വാങ്ങിച്ചാ? അയ്യോ നാലെണ്ണം വേണ്ടേ? നാലെണ്ണോ? ഓ മൂന്നല്ലേ പറഞ്ഞേ. ഞാൻ എന്റെ കണക്കൊന്നും ഞാൻ അമ്മായിനെ കണക്കി കൂട്ടിയില്ല. കാരണം അമ്മായി കഴിക്കൂല മര്യാദക്ക്. എന്റെന്നോ മാളൂന്റെന്നോ പിച്ചെടുത്ത് കഴിക്കത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ പിന്നെ അമ്മായി നോക്ക്. കള്ളി പെണ്ണ. ഇന്ന് വേഗം പരിപാടി. എന്താ ചെയ്യണ്ടേ? ഇത് എങ്ങനെ പിടിച്ചോണ്ടോന്നാ? ഇങ്ങനെ പിടിച്ചോണ്ടോന്നല്ലേ അമ്മായി ചെയ്യേണ്ടതെന്നറിയോ? സവാള എനിക്ക് നല്ല അരച്ച് വെച്ച് വെക്കോ. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ശരി, അപ്പൊ ഞാൻ പോട്ടെ. ശരി, വെക്കോ. ഇന്ന് വേഗം നമുക്ക് പരിപാടി തീർക്കണം. അതെ. കണ്ടിട്ട് അത്രയും ബലമൊന്നും തോന്നുന്നില്ലല്ലോ. ഇല്ലമ്മ, ഇത് പൊടിയുള്ള. ഞാൻ പുച്ഛിച്ച് തള്ളി. പുച്ഛിച്ച് തള്ളിയാ? മര്യാദക്ക് തള്ളു മോളെ. അമ്മായിയുടെ കിടക്കണേ. അമ്മായി ഞാനേ വളിച്ച കോമഡി പറഞ്ഞപ്പോ അവള് പറയണ അമ്മായിയുടെ കൂടെയാണോ കിടക്കണേ. നന്നായി. ഇതെന്തെണ്ണ? ഇതെന്തെണ്ണ? ഇത് എണ്ണ, ഇത് വിനീഗർ. അത് സൺഫ്ലവർ ഓയിൽ. അതിലെ എണ്ണ. അല്ല, ഞാൻ ഇപ്പൊ ഇവിടെ വെറുതെ എണ്ണ പല വിധത്തിലുണ്ട്. അതെന്തെന്നാ ചോദിച്ചുള്ളൂ. അത് പല വിധത്തിലുള്ള ഏത് വിധം ചോദിച്ചൊന്നുമില്ല. വെളിച്ചെണ്ണയുണ്ട്, സൺഫ്ലവർ ഉണ്ട്. അമ്മ എന്റെ കൂടെ നില്ല അമ്മ. ഇനി അമ്മായി സപ്പോർട്ട് ചെയ്തല്ലേ പറഞ്ഞേ. എന്നെ നേരത്തെ ഒരു വളിച്ച കോമഡി പറഞ്ഞല്ല. കിണിക്കണ്ട. മുളക് പൊടി, മഞ്ഞപ്പൊടി. അല്ല സരിത മോളെ, ഞാൻ ഇവിടെ വെറുതെ നിന്നിട്ടുണ്ടാ? അമ്മായി വെറുതെ നിൽക്കുന്നു, ബോറടിക്കുന്നു. അമ്മായി കൊണ്ട് നിക്കണ്ടേ? ഞങ്ങളുടെ അടുത്ത് നിക്കണ്ടേ? കിട്ടിയല്ലോ. വേണ്ട, എവളെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കണം അല്ലേ? എന്നാ ശരി. അമ്മായി ഒരു കാര്യം ചെയ്യും, ആ എള്ള് കഴുകിയിട്ട് നല്ലോണം കൺമഷി പോലെ അരച്ചോണ്ട് വരുമോ? എന്നിട്ട് കണ്ടിട്ടോ ഇതിന്റെ പകുതിയെ കാണുള്ളൂ, ബാക്കി ഞാൻ തിന്നു. തിന്നോ തിന്നോ, എത്ര വേണമെങ്കിലും തിന്നോ. നല്ലതാ. പോയിക്കോ, എള്ള് കഴിക്കണ നല്ലതാ. വേണ്ട സമാധാനമായല്ലേ ഞാൻ പോണേ. ഉപ്പ്, കുരുമുളക്, ഉപ്പ് കുറച്ച് നോക്കിയിടാം. അതെ, ഞാൻ ഇട്ടാൽ പിന്നെ അത്രയും കൂടി ഇടും. ഒറിഗാനോ, ഗരം മസാല മതി. ഒറിഗാനോ, കളയല്ലേ മാളു? സോറി. ചേച്ചിയോട് ഇത്തിരി എടുത്തുള്ളൂ, ഞാൻ കുറെ കഴിച്ചു. ഒഴിച്ചാ? ആ കുപ്പിലുള്ള ഫുള്ള് ഞാൻ ഒഴിച്ചില്ല. കുഴപ്പമില്ല, വേണം അത്രയും വേണം. 3 ചിക്കൻ ഇല്ലേ? ചേച്ചി ഫസ്റ്റ് ഇത്തിരിയാണ് ഒഴിച്ചു വെച്ചിരുന്നത്. കണ്ടോ, എന്തായാലും എല്ലായിടത്തും എന്റെ കൈ വരണം, എങ്കിലേ കറക്റ്റ് ആവുള്ളൂ.
നീ ആ കുപ്പി തീർക്കാൻ വേണ്ടിട്ട് ഒഴിച്ചതല്ലേ? അതെ. മനസ്സിലായി. വിനീഗർ? ആ വിനീഗർ വേണം. ഓയിൽ, സൺഫ്ലവർ ഓയിൽ വേണ്ട. എല്ലാം കാലി. നീ ഇത് ഉപ്പ് നോക്കണേ. അമ്മായി കൂടെ, അമ്മായി നോക്കും. അമ്മ ഇപ്പൊ അത് കഴുകാൻ പോയി, ഇനി എപ്പോ ഇങ്ങോട്ട് വരാനാ? ചേച്ചി നേരത്തെ അമ്മായി അല്ലേ സപ്പോർട്ട് ചെയ്തത്? ഓ അതുകൊണ്ടോ? ഗരം മസാല ഇട്ടല്ലോ ഞാൻ. ഇട്ടിട്ട് തീ ഇട്ടോളൂ. ആ ഇത്തിരി മതി. ഇനി എന്ത് വേണം? കുറച്ച് ഉപ്പ് വേണം. ഉപ്പ് വേണോ? ചിക്കൻ പിടിക്കണ്ടേ? ഉപ്പ് വേണം, കുറച്ച് വിനീഗറും വേണം. പുളിയില്ല. വിനീഗറിന് മണം ഉണ്ടോ? എനിക്ക് എന്ത് മണം അറിയാത്ത? എന്നൊക്കെ എല്ലാം അടിച്ചു പോയിരിക്കണേ മാളു. മണമുണ്ട്. മണമില്ല, പക്ഷെ മൂക്കിന് ഒരു മതി. നമുക്ക് പോയി എന്തെങ്കിലും സ്നാക്സ് കഴിച്ചാലോ മാളു? ആ അതുകൊള്ളാം. അമ്മായിനെ വിളിച്ചോ? അയ്യോ അമ്മായി എള്ളു കഴുകാൻ പോയിരിക്കണല്ലേ. അമ്മായി ഓ എള്ള് അരക്കണ്ടേട്ടാ. അന്തേ ഞാൻ കഴുകിയിട്ടേ അത് വറക്കണം. വറുത്തിട്ടേ അരക്കാവൂ. ഞാൻ വറുത്ത് തരാം അമ്മായിക്ക്. അമ്മായി കഴുകി കൊണ്ടുവന്നേരെ. ഓക്കെ, നമുക്ക് പോയി കഴിക്കാം. അപ്പൊ ഇത് ഉപ്പും പുളിയൊക്കെ പിടിക്കട്ടെ. തല്ലിത്തേങ്ങയാണോ? അത് കട്ടായി പോവില്ല. തല്ലിത്തേങ്ങയല്ല അമ്മായി, നമ്മുടെ ബദാം. ഞാനും അങ്ങനെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതേ ബദാം. തല്ലിത്തേങ്ങയാണ് നമ്മള് ബദാം കഴിക്കുന്ന. ഇല്ല, കുരു കഴിക്കുമല്ലോ, അപ്പൊ തോലും കൂടെ കഴിച്ചു നോക്കും. ഞാൻ കുരുവേ കഴിക്കാറുള്ളൂ. പശ വരുന്നുണ്ട് എന്റെ അത്തിന്ന്. എന്നാ നീ പൊട്ടിക്കുവാണോ? വന്നാ അവക്ക് പൊട്ടിച്ചു കൊടുക്കുന്നത് പോരാ, കുറ്റം പറയണവള്. എങ്ങനെയുണ്ട് അമ്മായി? അണ്ടിപ്പരിപ്പ് കഴിക്കും പോലെ പച്ച പച്ച എടുക്കൂല, അതേപോലെ കറക്റ്റ് തല്ലിത്തേങ്ങ പോലെ ഉണ്ടല്ലേ. പണ്ടൊക്കെ തല്ലി 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 പാറക്കല്ല് വെച്ചിട്ട് വേറെ തല്ലിയിട്ടുണ്ട്. റോസ് കളർ അല്ലേ? ആ ഇപ്പോഴും ഉണ്ട്. റോസ് കളർ അല്ലേ? ആ അതാണ് ബദാം എന്നും പറഞ്ഞുണ്ടായിരുന്നു ഇന്നുവെച്ച പണ്ടൊക്കെ. അല്ല കൊള്ളൂലല്ലേ അമ്മേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈം ചവയ്ക്കുമ്പോ കൊള്ളില്ല, ചവച്ച് കൊള്ളാം. ഞാൻ ഒന്ന് മുറിച്ച് നോക്കട്ടെ. ഞാൻ മുറിച്ച് നോക്കട്ടെ. എന്നെ തീറ്റിക്കൂലെന്ന് ചുരുക്കം. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ മുറിച്ചിട്ട് രണ്ടും കണക്കം കൊണ്ട് കൊണ്ടുപോവാ. ഞാൻ എന്നിട്ട് നീ എന്താന്ന് വെച്ചാ കാണിക്കുമ്പോ കണ്ടടാ. നമ്മളൊരു ചോരയല്ലേ? ആര്? ഇതിലെന്തോ ഒരു ഇതും ഉണ്ട് കേട്ടോ, പാട പോലത്തെ. കണ്ടോ? ആ പാടയെന്ന് തോന്നുന്നു ഉണങ്ങി പിടിക്കുന്നത്. പിന്നെ ഞാൻ തനിയെ ചെയ്തു നോക്കട്ടു. പഠിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. ഇത് പച്ച. ഓ കിട്ടി, ശരിയാക്കി കിട്ടോ. സൂപ്പർ. വേണോ ഇനി മാളു? വേണ്ട, എനിക്ക് വേണ്ട. ചേച്ചി പറഞ്ഞതിന് മുന്നേ നമുക്കെല്ലാം സെറ്റായിട്ടിരിക്കാം. ഓക്കെ. കപ്പലൊന്നും പോണില്ല. ആ കറക്റ്റ് കിട്ടി. എക്സ്പീരിയൻസ്. വാ പോ.
ഞാൻ പുകയെ ആവാഹിക്കുക. അമ്മേ കണ്ണ്. ഭയങ്കര ആവാഹനമായി പോയല്ലോ വാളു. ചേച്ചി ആവാഹിച്ചപ്പോ കുറച്ച് തെറ്റി ഇങ്ങോട്ടൊന്നുക. എന്തോ ഈ ചിക്കന് ഭയങ്കര ഭംഗിയല്ലേ? എന്താ എന്തോ ഈ ചിക്കന് ഭയങ്കര ഭംഗിയല്ലേ? അതാ നമ്മൾ ഓരോ മസാല ഇടുമ്പോ ഓരോ മാതിരിയല്ലേ ചിക്കൻ ഇരിക്കുന്നേ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചൈനീസ് ഷെഫ് ആവുന്നത് നിനക്ക് കാണണോ? ആ എനിക്കയ്യ. ആ തീഞ്ഞ് മേലോട്ട് വച്ചിട്ടില്ല. അതല്ലേ കാര്യം. അവിടെ എനിക്ക് വയ്യാന്ന്. ഒരു കഷ്ണം എടുത്ത് തീ ഒന്ന് വെച്ച് നോക്കിയാ മതി വരും. ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാ. പിന്നെ ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ വിരുന്നുകാരൊക്കെ വരുന്നതുകൊണ്ടേ പണി വാങ്ങിച്ച് വെക്കട്ടല്ലോ എന്ന് ഓർത്തിട്ടാ. മാളു അമ്മായി അരച്ചാ? അത് അരച്ച് ഇല്ല. നീ പോയി സഹായിച്ചു കൊടുക്കാന്നാ ചെല്ല്. ഓക്കെ. നന്നായിട്ട് അരയണേ, കൺമഷി പോലെ അരയണേ. ഓക്കെ. മതി മതി മതി. ക്ലാപ്പ് എന്തെങ്കിലും കൊണ്ട് ക്ലാപ്പ് പോ. നീ എന്തിനാ കറക്റ്റ് എന്റെ അടുത്ത് തന്നെ വന്നെന്താ സൗണ്ട് കേക്ക്? അമ്മ മിണ്ടമ്മായി എന്തെങ്കിലും. സൈദേശം എന്തോ എക്സ്പെക്ട് ചെയ്തിരുന്നോ ഞാൻ തൊട്ട് നോക്കിയപ്പോ സാരിയല്ല. ആക്ച്വലി കുറച്ചു നേരം നിങ്ങളുടെ ഈ ഒരു എന്താ പറഞ്ഞ ഈ കണ്ണുകെട്ട് കളി കുറച്ചു നേരം കണ്ട് ആസ്വദിക്കാന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് സരിത എന്നെ കണ്ടു. അതർവൈസ് ഞാൻ കുറച്ചും കൂടെ അമ്മായിയൊക്കെ കിടന്ന് ഓടുന്നൊക്കെ കാണുമ്പോഴേ അത് രസമാണ്. ശരിക്കും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണല്ലേ നിങ്ങള്. ശരിക്കും ഞാനിത് ഈ കാണുമ്പോഴൊക്കെ ഇങ്ങനെ വിചാരിക്കും ഈ വീട്ടിലോട്ട് വരണം. ശരിക്കും പറഞ്ഞ സരിതയുടെ ഭക്ഷണം സരിത ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയും അമ്മായിക്കും കുഞ്ഞിനും ഒക്കെ കൊടുത്ത് ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പോ സത്യം പറയാലോ, അയ്യോ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഐറ്റം ചേച്ചി വിളിച്ചോണ്ടിരിക്കുന്നു. അല്ല എന്നെങ്കിലും മോക്ക് വരാൻ തോന്നില്ല. അത് തന്നെ വളരെ സന്തോഷാ. പിന്നെ ഈ ഒരു സാധനം എന്താന്ന് പറയോ? മാളൂനുള്ള എന്തെങ്കിലും ആയിരിക്കും. ബേക്കറി ഐറ്റം ആണോ? മാളൂന് സ്വീറ്റ്സ് ആണോ ഇഷ്ടം? സോറി, ഞാനിത് പറയില്ല. എന്നാ നിങ്ങളെ വീട്ടിന്റെ അകത്തേക്കൊക്കെ കൊണ്ടുപോയാ അങ്ങനെ അറ്റ് ലാസ്റ്റ് പാചകക്കാരിയുടെ അടുത്തെത്തി. ഞാനേ സത്യം പറഞ്ഞ ചേച്ചി വരുന്നതിന് മുന്നേ പരിപാടിയൊക്കെ തീർക്കണം എന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ തീർന്നില്ല. തീരാത്തതല്ല, ഞാൻ കുറച്ച് മുന്നേ വന്നു. കാരണം എനിക്ക് നിങ്ങളെ കാണാനുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അല്ല നമുക്ക് ചെറിയ ഒരു സംഭവം കഴിച്ചാലോ? സ്വീറ്റ് ആണോ അമ്മായി? അതെ സ്വീറ്റ് ആണോ? മാളു ഓ മാളു ആ എള്ള ഒഴിച്ചേ. എള്ള് വെച്ച് എന്താ സംഭവം? ഇത് കഴുകി വറുത്ത് എള്ള് കഴുകി വറുത്ത് അരച്ചു. ഇത് ചിക്കനിലേക്ക് എള്ളൊക്കെ വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ആദ്യമായിട്ടല്ലേ? ഇവിടെ ആരെങ്കിലൊക്കെ വരുമ്പോഴേ ചേച്ചി ഞാൻ കഴിയണതും വെറൈറ്റി ചെയ്യാൻ നോക്കും. ശരിക്കും ഇതൊക്കെ റെസ്റ്റോറൻറ്റ്സുകാർ ചെയ്തിട്ടുണ്ടാവോ? റെസ്റ്റോറന്റിലൊക്കെ ആൾക്കാര് അത് അറിയത്തില്ല. അത് സരിതയുടെ മാത്രം കയ്യൊപ്പാണോ? മാത്രം ഇതൊക്കെ എന്റെ മാത്രമാ. ചേച്ചി കല്ലിട്ട് കറി വെക്കും, തെങ്ങിന്റെ മടലിട്ട് കറി വെക്കും. തെങ്ങിന്റെ മടലിട്ടോ? ബീഫ് കറി വെക്കും. ഇതെല്ലാം പരീക്ഷണമാണോ? എല്ലാം പരീക്ഷണ ചേച്ചി. ഇതാണ് പരീക്ഷണ വസ്തുക്കൾ. അവർ രണ്ടുപേരും ചിരട്ട വെച്ച് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ചിരട്ട വെച്ചിട്ട് മതി മതി മതി. അത് ഭയങ്കര സംഭവമാണ്. ചിരട്ട വെച്ച് കറി ഉണ്ടാക്കി. ഇവള് ഇനി ചേരയും പാമ്പും മാത്രം എന്നെ തീറ്റിക്കാതെ ഉള്ളൂ. ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നിങ്ങള് എപ്പോഴും ഈ ബീഫ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ചെയ്യുമല്ലോ. അപ്പം അത് കൂടുതലും ബീഫിനോടും വലിയ താല്പര്യം ഉണ്ടെന്ന് തോന്നി. അതെ, ബീഫിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. ഇവിടെ ഏറ്റവും കൂടുതൽ വെക്കുന്ന അതാ.
അപ്പം എനിക്ക് മാത്രമേ കുറച്ച് താല്പര്യക്കുറവുള്ളൂ. ബീഫ് അമ്മായി അധികം എടുക്കില്ല ഇല്ല, അമ്മായിക്ക് ഫിഷ് ആണ് അമ്മായിക്ക് അല്ലേ? ഫിഷ് ആണ് ഇഷ്ടം. അമ്മായി സത്യം പറഞ്ഞാൽ അമ്മായിക്ക് ഒന്നും ഇഷ്ടമല്ല. ഭക്ഷണമേ കഞ്ഞി കൊടുത്ത് അത്രയും സന്തോഷം. ഓ അങ്ങനെ. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര ട്രെൻഡി ആയിട്ട് നിൽക്കല്ലേ ഇപ്പൊ ബിസ്ക്കറ്റ്. അപ്പം ഇവിടെ ശരിക്കും അങ്ങനെ അധികം ഇല്ലതാനും ഇല്ല. പക്ഷെ ചേച്ചി അത് കൊണ്ടുവന്നത് എന്തുകൊണ്ടെന്ന് നന്നായെന്താന്നറിയോ? അത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല. ആണല്ലേ? പക്ഷെ അതെന്താ ഈ ചിരട്ട വെച്ചെങ്കിലും ചിരട്ട വെച്ചും മടല് വെച്ചും ഒക്കെ ട്രൈ ചെയ്യുന്ന ആൾക്ക് ഈ ബിസ്ക്കറ്റ് എന്താ ചെയ്യാൻ പറ്റാത്ത? അത് ചേച്ചി സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ പൊക്കി പറയല്ല, എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ ചെന്ന് നമ്മൾ കഴിക്കുമല്ലോ, എനിക്കത് കഴിക്കുമ്പോൾ അതിന്റെ രുചിയിൽ എന്തൊക്കെ അതിൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഈ പറഞ്ഞ ഈ ബിസ്ക്കറ്റ് ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല. എന്താണ് ആ സാധനം എന്ന് പോലും എനിക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ കൊണ്ടുവരുമ്പോഴാണ് ആദ്യമായിട്ട് കഴിക്കാൻ പോവാ. അതെ, അതാണ് ഞാൻ ചേച്ചി അത് കൊണ്ടുവന്ന എന്തുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇനി അതിന്റെ രുചി അറിഞ്ഞു കഴിയുമ്പോ എനിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ ട്രൈ ചെയ്യും. അങ്ങനെ. പക്ഷെ ഞാൻ ബീഫ് കഴിക്കാത്ത ഒരാളാണ്. പക്ഷെ നിങ്ങൾ ആക്ച്വലി ബീഫ് കഴിക്കുന്നതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ടാണ് ബീഫ് തന്നെ. അത് ശരിക്കും സരിത ഇതുവരെയ്ക്കും അത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ എനിക്കതൊരു വലിയ സന്തോഷം. ഞാൻ വിചാരിച്ചു ദൈവമേ ഇതൊക്കെ ചിലപ്പോ ഇതിൽ നിന്നൊക്കെ ഗംഭീരമായിട്ട് ഉണ്ടാക്കുന്ന ആളായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാ വാങ്ങിയിട്ട് വന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോണ സാധനം. അപ്പൊ ഇത് കൂടുതലും അങ്ങനെ കരിയാൻ പാടില്ല അല്ലേ? കരിയാൻ പാടില്ലല്ല, ഇതില് കുറച്ച് ഇതിരുന്ന് വേവണം. ഓ, ഇതൊക്കെ ആരാ പഠിപ്പിച്ചു തരുന്നത്? ചേച്ചി കയ്യിന്ന് തോന്നണ അങ്ങ് ചെയ്യണമെന്നേ ഉള്ളൂ. എങ്ങനെയൊക്കെ ഞാൻ രക്ഷോട്ട് പോണു. ശരിക്കും അല്ല, ഇതൊക്കെ ഫസ്റ്റ് ടൈം ആണ് അല്ലേ? അമ്മയ്ക്ക് അറിയാമോ ഇത്രയും വയസ്സായി എത്രയോ പാചകങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കുന്ന അല്ലേ? എനിക്ക് പച്ചക്കറിയൊക്കെ ചെയ്യാനേ അറിയാവൂ. അല്ല ഞാൻ പറഞ്ഞ ഈ പറയുന്ന പോലെ ഈ എന്താണ് എള്ളിലൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടില്ല. ഇത് ഭയങ്കര സംഭവമാണിത് അല്ലേ? ഇതൊരു വെറൈറ്റി. അയ്യോ ചെല്ലി ചേച്ചി വെറുതെ പുകയത്ത് നിൽക്കണ്ട. അതെ, എള്ളിലൊക്കെ കണ്ടിട്ട് ഞാൻ വരാം. അപ്പോഴേക്കും ഒന്ന് സെറ്റ് ബാമാളു. അമ്മായി പോയിക്കോ, വെറുതെ എന്തിനാ ചൂടത്ത് നിൽക്കണേ? അമ്മായി ടേബിളിലേക്ക് ഉള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോ. അപ്പോഴേക്കും ഞാൻ ഇതൊന്ന് ഈ മസാലയിലോട്ട് ഒന്ന് വേവട്ടെ. ഇത് നിനക്ക് വേണ്ടല്ല. ഏതമ്മായി? വേണ്ട അമ്മായി, വേണ്ട, കൊണ്ടോക്കോ കൊണ്ടോക്കോ. ഒരു വിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത് ആക്ച്വലി ഭയങ്കരമായിട്ട് ടെംപ്റ്റ് ചെയ്യുന്ന ശരിക്കും സരിത. കാരണം എന്ന് വെച്ചാലേ ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്ഷമയില്ല. ഞാൻ ഒന്ന് കഴിച്ചു തുടങ്ങി. ചേച്ചി ആദ്യം ചേച്ചി ഒരു പീസ് എടുത്ത് കഴിക്കണം. അത് കഴിയുമ്പോ ഞാൻ ഇതിവിടെ ഫ്രഷ് ക്രീം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്രഷ് ക്രീം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു തരാം. അപ്പൊ ഏതിനാണ് എടുത്തോ. അപ്പൊ ഏതിനാണ് ടേസ്റ്റ് എന്നുള്ളത് അറിയാലോ. ഞാൻ മൊത്തത്തിൽ ഫ്രഷ് ക്രീം ഒഴിക്കുന്നില്ല. ഇപ്പൊ ആദ്യം ഒന്ന് കഴിച്ചോ. ഹലോ, ഇനി ഫ്രഷ് ക്രീം ഒഴിച്ചോട്ടെ. ഇത് ആക്ച്വലി ഫ്രഷ് ക്രീം ഒഴിക്കണം എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എരിവുണ്ടെങ്കിൽ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, ടേസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാം. ആണോ? ഉപ്പ്, എരിവ്, അതിന്റെ ക്രീമി സാധനങ്ങള്, മസാല വേറെ ലെവലിലാണ്. ഞാൻ മാത്രം കഴിച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല. നിങ്ങളത് എന്നിങ്ങനെ
നിങ്ങൾ രണ്ടുപേരും നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എടുത്തോ. അപ്പൊ നമുക്കൊന്ന് ഒരുതാം അല്ലേ? ബ്രെഡിലെടുക്കാം. ഇതാ എനിക്ക് ഞാൻ ക്രീമി ആയിട്ടുള്ള ഒരു സാധനം ആ നോക്കട്ടെ. ക്രീമും കൂടെ ചേർത്ത് എടുക്കാണോ ചേച്ചി? ആ കുറെ കൂടെ വേറൊരു നീ എടുത്തോ. കുറച്ച് നല്ല പ്രയാസമുണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പ്രയാസമുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വെറൈറ്റികൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അതും അവിടെ പിടിക്കാൻ ഞാൻ ഇപ്പൊ എടുത്തരാം. പക്ഷെ നല്ല ഗ്രേവി ഉണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. അയ്യോ ഇത് എന്തെണ്ണയാണോ യൂസ് ചെയ്യുന്നത്? ഇത് സൺഫ്ലവർ ഓയിൽ. എന്റെ കൈ ഫുള്ളായി. നമ്മള് പപ്സ് കഴിക്കുമ്പോൾ ആ മൊത്തം ആവും. ഏറ്റവും കൂടുതൽ വൃത്തികേടാകുന്ന ഒരു ഫുഡ് അതാണല്ലോ. അതേപോലെ അതൊക്കെ അങ്ങനെ ആകും. പക്ഷെ അതിന്റെ ഒരു മൈൻഡ് ചെയ്യണ്ട. അത്യാവശ്യം വെച്ചുള്ള എള്ളിന്റെയും കൂടെ ആവുമ്പോഴേ ഒന്നാമത് നല്ല ഗുണവുമാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ചൂട് ശമിപ്പിക്കുവോ എള്ള്? എനിക്കറിയില്ല. കറുത്ത എള്ള് അങ്ങനെ പറയോ? അതറിയോ അമ്മായിക്ക്? എന്തൊക്കെയോ മെഡിസിൻ ആണെന്നറിയാം. എള്ള് ഇത് നല്ലതാണ്, ഇത് കഴിക്കാനല്ലേ അവര് പറയണേ. ചിക്കൻ കുറച്ച് ചൂടല്ലേ എപ്പോഴും ചിക്കൻ എടുക്കുമ്പോ. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റി. തക്കാളി ഇവിടെ എടുത്ത് കഴിയുമ്പോളാ തക്കാളിയും കൂടെ ഇതിൽ കൂടെ. ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നു. എന്താണെന്ന് തുറന്നു നോക്കുമ്പോ മാത്രമേ അറിയുള്ളൂ കേട്ടോ. തുറക്കട്ടെ? ഞാൻ തുറക്കണം. തുറന്നോ. ആ ബ്രെഡ് ഒന്ന് തരുമോ? ആ ബ്രെഡ് പീസ് ചേച്ചി ഈ ഫ്രഷ് ക്രീം ഇട്ടതാണോ ഭംഗിയല്ല ടേസ്റ്റ് അല്ലാത്തതാണോ? രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഏതാണ് മികച്ചു നിൽക്കണമെന്ന് അറിയില്ല. രണ്ടും രണ്ട് ഫ്ലേവറാണ്. എന്തായാലും ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോണ ഒരു സാധനം ബ്രിസ്ക്കറ്റ്. എന്താ അറിയോ? എന്താണ് ബ്രിസ്ക്കറ്റ്? ഇഷ്ടല്ലേ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിച്ചിട്ടില്ല ചേച്ചി ഇന്ന് വരെ. ചേച്ചി വേറെ ലെവല് സാധനമാണ്. എനിക്ക് പക്ഷെ ബീഫ് ഞാൻ കഴിക്കാത്തതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് എന്താണെന്നോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സൂപ്പർ അല്ലേ? എനിക്ക് ഞാൻ ഇത് വാങ്ങിക്കൊണ്ട് വന്നത് ട്രിവാൻഡ്രത്തും കൊച്ചിയിലും മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു ഇത്. വെറൈറ്റി ആയി പോയി ആണല്ലേ? ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു ഉള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ബീഫ് ലവേഴ്സിന് ഇത് കുറെ കൂടെ ബ്രിസ്ക്കറ്റ് ആക്ച്വലി ബീഫ് ലവേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ വാങ്ങിയത്. ആന്റി ഒന്ന് കഴിച്ചു. നീ കഴിച്ചിട്ട് നിനക്ക് ഈ രുചി എവിടെ കിട്ടിയെന്നുള്ളത് പറയണം മാളു. എവിടെ കിട്ടിയതോ? എവിടെയും കിട്ടാൻ വഴിയില്ല. എനിക്ക് ചെറിയൊരു പണ്ട് നിനക്ക് ലക്ഷദ്വീപ് ടൂണ ഫിഷ്, ലക്ഷദ്വീപ് ടൂണ ഫിഷ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മുടെ ചൂര ഉണക്കി മരക്കഷ്ണം പോലെ ഇരിക്കും. അതിന്റെ ഒരു ഫ്ലേവറും ഉണ്ട്, ബീഫിന്റെ ഫ്ലേവറും ഉണ്ട്. അടിപൊളി, സൂപ്പർ ഇല്ലേ? മീനിന്റെ ഒരു ഫ്ലേവറും വരുന്നുണ്ട്, ബീഫിന്റെ ഫ്ലേവറും വരുന്നുണ്ട്. നന്നായല്ലേ ഞാൻ വാങ്ങിയത്? സൂപ്പർ ചേച്ചി, താങ്ക് യു സോ മച്ച്. അടിപൊളി. അപ്പോൾ കപ്പല് എനിക്കത് മതി. എന്റെ പൊന്നെ ജ്യൂസ് ഇത് ഭയങ്കര ജ്യൂസി ആയിട്ടുണ്ട്. ചതിയിലൊക്കെ ആയി മതി. എനിക്ക് തോന്നണം നമ്മള് കേരളൈറ്റ്സ് ഇങ്ങനെയൊക്കെ കഴിക്കും. ഫോറിനേഴ്സ് എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ വെച്ച് ഫോക്കൊക്കെ വെച്ച് കട്ട് ചെയ്ത് കുറച്ചും കൂടെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് കഴിക്കും. പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോ ഈ സാരി മൊത്തവും ബീഫിന്റെ ജ്യൂസൊക്കെ ആവും. എനിക്ക് അതൊന്നും വേണ്ട മാളു, നിന്റെ ടേസ്റ്റ് മൊത്തം പോകും. ഇതിങ്ങനെ വെറുതെ റോ ആയിട്ട് കഴിക്കാനാ ടേസ്റ്റ്. ചേച്ചി എനിക്ക് എന്തായാലും ചേച്ചിയുടെ സ്പെഷ്യൽ മതി, എനിക്ക് എന്റെ റെസിപ്പി വേണ്ട. എനിക്ക് പക്ഷെ അത് എനിക്ക് എങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ കഴിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ബീഫ് പറ്റാത്തത് കാരണം ചേച്ചി ഇതുമായിട്ട് സൂപ്പറേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന്നും ബെറ്റർ ആയിരിക്കും ഇതെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല ചേച്ചി, ടേസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ദിസ് ഈസ് സോ ഗുഡ്. ഭയങ്കര ടേസ്റ്റ്. അതെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു എള്ള് അരച്ച് അതിനകത്ത് കുറെ കുക്ക് ചെയ്തല്ലോ,
ഫുൾ കുക്ക്ഡായിട്ട് ആ ഓയിലിൽ അങ്ങനെ കിടന്നിട്ട് എനിക്ക് തോന്നുന്നു ആ ഈ പീസിലൊക്കെ ഇല്ലേ ആ ശരിക്കും ആ മസാല അങ്ങോട്ട് കേറി അങ്ങോട്ട് ചെന്ന് അവിടെ നിക്കത്തില്ലേ, അതേ ഭയങ്കര ടേസ്റ്റ്. അത് ജ്യൂസി, ഭയങ്കര ഹെവി ആയിട്ടുള്ള എന്താ പറയാ കറിയും. കേട്ട് പഠിക്കുമാളൂ, ഇവക്കൊക്കെ എന്നെ പുല്ല് വില ചേച്ചി, പുല്ല് വില. ഒരിക്കലും കേട്ടോ. എന്നാര് പറഞ്ഞു? അങ്ങനെ പറഞ്ഞാ മാളു? നമ്മൾ പറഞ്ഞിട്ടില്ല. നോർമലി വീട്ടിലൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ ആണെങ്കിലും വീട്ടിൽ വയ്ക്കുന്ന ചിക്കനൊക്കെ ആണെങ്കിൽ പോലും ഇത്രയും വലിയ പീസൊക്കെ കണ്ടാലും എനിക്ക് അങ്ങ് മടുക്കും മീൻസ് എനിക്ക് ചെറിയ ചെറിയ പീസ്. പക്ഷെ ഇതാണല്ലോ ഇങ്ങനെ അങ്ങ് വയ്ക്കാൻ തോന്നുന്നു. ടേസ്റ്റഡോ, ഭയങ്കര ടേസ്റ്റ്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. കഴിക്കുന്നത് ചേച്ചി ഞാൻ ഭയങ്കര ഫുഡിയാ ചേച്ചി, അത് കാരണം ഞാൻ ആസ്വദിച്ചേ കഴിക്കുള്ളൂ. അത് കാണാനുണ്ട്. പിന്നെ എല്ലാരും ചിലവര് കറികളെല്ലാം കിട്ടി എല്ലാ കറിയും കൂടെ മിക്സ് ചെയ്തല്ലേ കഴിക്കുള്ളൂ. സരിത അങ്ങനെ ചെയ്യില്ല. ഞാൻ ഓരോരോ കറിയുടെ ഓരോരോ രുചി അറിഞ്ഞറിഞ്ഞേ കഴിക്കുള്ളൂ. അതാ നല്ലത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ, എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കും. പക്ഷെ ഇതിപ്പം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇത് മാത്രല്ലേ ഉള്ളൂ. ഇതേ സമയത്ത് ഒരു 3-4 സാധനം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല എന്നെ സംബന്ധിച്ച്. കാരണം എല്ലാം മിക്സപ്പ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഇതിപ്പോ ഇത് ഒന്ന് മാത്രം ആയതുകൊണ്ട്. മാളു ഫ്രഷ് ക്രീം ഒഴിച്ചു. ഓക്കെ, താങ്ക് യു. മാലുവിന് ഇഷ്ടാണോ ഫ്രഷ് ക്രീം? ഫ്രഷ് ക്രീം നമുക്ക് എരിവ് ബാലൻസ് ചെയ്യാനും പിന്നെ ഒരു ഫ്ലേവറിന് വീട്ടിലേതാണ്. പക്ഷെ ഈ പറയുന്ന എരിവൊന്നുമില്ല. ഇതിൽ പെപ്പർ ഉണ്ട്, പെപ്പർ മാത്രം, മറ്റേ റെഡ് ചില്ലി ഇല്ല. റെഡ് ചില്ലിയും ഉണ്ട്, അതുണ്ട്. അതെനിക്ക് സവാള അരച്ച് ചേർത്തിട്ടുണ്ട്.